നമുക്ക് പ്രിയപ്പെട്ടവരുടെ കൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ സ്ഥലങ്ങൾക്ക് ഭംഗി കൂടും. അങ്ങനെയുള്ളൊരു യാത്രയാണിത്. പാഞ്ചാലിമേടും പരുന്തും പാറയും വാഗമണ്ണും കുട്ടിക്കാനം ഒക്കെ കറങ്ങി ഒരു ദിവസം കൊണ്ട് നമ്മൾ പോയിട്ടുള്ള ചെറിയൊരു യാത്ര. പുനലൂരിൽ നിന്ന് യാത്ര തിരിച്ച് ആദ്യം പോയ സ്ഥലം പാഞ്ചാലിമേട്ടിലേക്കായിരുന്നു കേട്ടോ. മുണ്ടക്കയം കുട്ടിക്കാനം റൂട്ടിലാണ് പാഞ്ചാലിമേട് വരുന്നത്. മെയിൻ റോഡിൽ നിന്നും ഏകദേശം 5 കിലോമീറ്റർ റൈറ്റിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പാഞ്ചാലിമേട് എത്താം. ഈ കാണുന്നതാണ് ഇവിടെ കയറാനുള്ള എൻട്രി ഫീസും ടിക്കറ്റൊക്കെ. അഡൾട്ടിന് 25 രൂപയാണ്. ക്യാമറയ്ക്ക് എക്സ്ട്രാ പൈസ കൊടുക്കണം. ഇവിടെ ഒരുപാട് കൽമണ്ഡപങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫോട്ടോഷൂട്ടിനും പറ്റിയ സ്ഥലമാണ്. അതിരാവിലെ അല്ലെങ്കിൽ വൈകിട്ടാണ് ഇവിടെ സന്ദർശിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയം. മഴയൊക്കെ ഉള്ള സമയത്താണെങ്കിൽ നല്ല മഞ്ഞായിരിക്കും എപ്പോഴും. നമുക്കിതുപോലത്തെ മലനിരകളും കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ഈ സമയത്ത് ചൂടുള്ള സമയത്ത് നിങ്ങൾ പോവുകയാണെങ്കിലും നിങ്ങൾക്ക് രാവിലെ എത്തിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ചെറിയൊരു ട്രക്കിംഗ് ഓപ്ഷൻസൊക്കെ അവിടെ അവൈലബിൾ ആണ്. പിന്നെ അവിടെ തന്നെ വാഷ്റൂംസും ഫെസിലിറ്റീസും കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. ചെറിയ ഒരു സ്നാക്സ് കൗണ്ടറുണ്ട്. പിന്നെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ടാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. തിരക്കാണെങ്കിൽ കുറച്ച് പാടായിരിക്കും. പിന്നെ നടക്കാനൊക്കെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ പാഞ്ചാലിമേട് എന്ന് പറയുന്നത്. പഞ്ചപാണ്ഡവന്മാരും പാഞ്ചാലിയും ഇവിടെ വന്നിരുന്നു എന്നുള്ള ഒരു ഐതിഹ്യം ഇവിടെ നിലവിലുണ്ട്. അതിൽ പ്രകാരമാണ് പാഞ്ചാലിമേട് എന്ന പേര് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അതുമാത്രമല്ല, ഇവിടെ നിന്ന് മകരവിളക്ക് സമയത്ത് ഇവിടെ നിന്ന് മകരവിളക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ കിഴക്ക് വശത്തായിട്ടാണ് പെരിയാർ ടൈഗർ റിസർവും പിന്നെ പരുന്തുംപാറയും ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. പാഞ്ചാലിമേടിലേക്ക് നമുക്ക് ബസ് വഴിയും വരാൻ പറ്റും കേട്ടോ. കുട്ടിക്കാനത്ത് നിന്നൊക്കെ ബസ്സൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കാണുന്നത് കുട്ടിക്കാനത്തുള്ള സ്ഥലമാണ്. കുട്ടിക്കാനത്ത് വന്നിട്ട് നിങ്ങൾ ആഷ്ലി ബംഗ്ലാവ് ലൊക്കേഷൻ ഇട്ട് പോകുമ്പോൾ ഒരു നല്ലൊരു സ്പോട്ട് കിട്ടും. മെയിൻ റോഡിൽ നിന്ന് ഇടത്തോട്ട് കയറി ഏകദേശം ഒരു 1.5 കിലോമീറ്റർ പോയി കഴിയുമ്പോൾ കാണാൻ പറ്റുന്നൊരു സ്ഥലമാണിത്. നല്ല ചെറിയൊരു തേയിലത്തോട്ടവും വളരെ ശാന്ത സമാധാനമായിട്ടുള്ള ആരുടെയും തിരക്കില്ലാത്ത ഒഴിഞ്ഞൊരു സ്ഥലം. ഇവിടെ ഒരു പഴയ ഇതുപോലത്തെ 1-2 കെട്ടിടങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പണ്ട് തൊഴിലാളികൾ താമസിച്ച സ്ഥലമായിരുന്നു തോന്നുന്നു. പിന്നെ അത് കൊടുത്ത ചെറിയൊരു അമ്പലവും ഇതുവഴി ഇവിടെ ആരൊക്കെ താമസിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഉള്ളിലോട്ടൊക്കെ ആൾക്കാരൊക്കെ താമസിക്കുന്നൊക്കെ ഉണ്ട്. ഈ റൂട്ടാണ് ആഷ്ലി ബംഗ്ലാവ് പോകുന്നതൊക്കെ. ആഷ്ലി ബംഗ്ലാവിലാണ് ഇയോബിൻ്റെ പുസ്തകം എന്ന സിനിമയുടെ പ്രധാന ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഞാൻ എപ്പോഴൊക്കെ കുട്ടിക്കാനം വന്നാലും ഞാൻ ജസ്റ്റ് ഈ റൂട്ട് ചുമ്മാ ഒന്ന് ഡ്രൈവ് ചെയ്ത് പോകാറുണ്ട്. പിന്നെ നമ്മുടെ ഓഫ് റോഡിൻ്റെ ഇവൻറ്റും മീറ്റപ്പുകളൊക്കെ കൂടുതലും ഈ ഒരു റൂട്ടിൽ നിന്നൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ നമ്മൾ പോകുന്നൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ വാഗമണിലേക്കാണ്. നമ്മൾ കുട്ടിക്കാനത്തുനിന്ന് വാഗമൺ പോകുന്ന റൂട്ട് വളരെ മനോഹരമായിട്ടുള്ള റൂട്ടാണ്. അപ്പോൾ ആ പോകുന്ന റൂട്ടാണ് നമ്മൾ ആഷ്ലി ബംഗ്ലാവൊക്കെ ഉള്ളത്. നമ്മൾ വാഗമണിലോട്ട് പോകുമ്പം ഏലപ്പാറയ്ക്ക് എത്തുന്നതിന് മുമ്പ് ഇതുപോലൊരു വ്യൂ പോയിന്റ് നമുക്ക് കാണാം. വളരെ വിശാലമായിട്ടുള്ള പച്ച പരവതാനി പോലെ കിടക്കുന്ന തേയിലത്തോട്ടങ്ങളുടെ ഒരു നല്ലൊരു വ്യൂ കാണാം. ഇവിടെ നമുക്ക് നല്ല കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം. നമ്മൾ ശരിക്കും പറഞ്ഞാൽ കൊല്ലം, പത്തനംതിട്ട, തിരുവനന്തപുരം കോട്ടയം എന്നീ സ്ഥലത്തൊക്കെ ഉള്ളവർക്ക് ഒരു ദിവസം കൊണ്ട് പോയിട്ട് വരാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ഈ കുട്ടിക്കാനം വാഗമണ്ണൊക്കെ. അങ്ങനെ ഒരു ദിവസം കൊണ്ട് പോയിട്ട് വരാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങളാണ് കേട്ടോ ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ പറയുന്നത്. നമ്മൾ ഓൾറെഡി നമ്മുടെ ഒരുപാട് വീഡിയോസിൽ വാഗമണ്ണും കുട്ടിക്കാനത്തിൻ്റെയൊക്കെ ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം പോയി കണ്ടുവരാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ. അടുത്ത് നമ്മൾ പോകുന്നത് ഒരു പൈൻ ഫോറസ്റ്റിലേക്കാണ്. കുട്ടിക്കാനത്തു നിന്ന് വാഗമൺ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പൈൻ ഫോറസ്റ്റ് വിസിറ്റ് ചെയ്യാൻ പറ്റും. അതും നമ്മുടെ എപ്പോഴും എല്ലാവരും പോകുന്ന തിരക്കുള്ള മെയിൻ പൈൻ ഫോറസ്റ്റ് അല്ല, ഇത് ലോവർ പൈൻ ഫോറസ്റ്റ് ആണ്. നമ്മൾ വാഗമൺ മെഡോസ് വഴി താഴോട്ട് പോയി കഴിഞ്ഞിട്ട് ഇവിടെ എത്താനുള്ള ഏറ്റവും ബെസ്റ്റ് ലൊക്കേഷൻ നിങ്ങൾ ലോവർ പൈൻ ഫോറസ്റ്റ് ഇട്ട് കൊടുക്കുക. അതല്ലെങ്കിൽ പാലൊഴുകും പാറ ഇട്ട് കൊടുക്കുക. പാലൊഴുകും പാറ സ്ഥലം എത്തുന്നതിന് തൊട്ട് മുമ്പ് ഒരു ചെറിയ പാലം കയറുമ്പോൾ അവിടുന്ന് റൈറ്റിലോട്ടാണ് ഈ ലോവർ പൈൻ ഫോറസ്റ്റ് ഉള്ളത്. അവിടെ ബോർഡും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ വലിയ തിക്കും തിരക്കും ഇല്ലാതെ കുറച്ച് ശാന്ത സമാധാനമായിട്ടുള്ള പൈൻ ഫോറസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് ഇവിടെ നിങ്ങൾ ഉച്ചയ്ക്ക് എത്തിയാലും നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കാരണം നല്ല തണലാണ്. പൈൻ മരങ്ങൾ നല്ലപോലെ വളർന്നു നിൽക്കുന്നതുകൊണ്ട് വലിയ ചൂടില്ല, നല്ല തണലും കിട്ടും. ഞാനവിടെ ഉച്ചയ്ക്കും വന്നിട്ടുണ്ട്, വൈകിട്ടും വന്നിട്ടുണ്ട്. അവിടെ നിങ്ങൾ ഉച്ചയ്ക്ക് എത്തിയാലും പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഇങ്ങോട്ട് തിരിയുന്ന സൈഡിൽ തന്നെ 2 ഹോട്ടൽസും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടുന്ന് മീൽസൊക്കെ കഴിക്കാനുള്ള ഒരു ഓപ്ഷൻസും ഉണ്ട്. പിന്നെ ഇവിടെയും ചെറിയ ഒരു എൻട്രി ഫീസ് ഉണ്ട്. ഇവിടെ നെറ്റ് കുറച്ച് കുറവായിരിക്കും. അങ്ങനെ പൈൻ ഫോറസ്റ്റിലേക്ക് വന്നിട്ട് അവിടെ നിന്ന് നമുക്ക് ഫുഡൊക്കെ വെച്ചിട്ട് കുറച്ച് തിക്കും തിരക്കൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ മെഡോസിലേക്കൊന്ന് കയറാം കേട്ടോ. മെഡോസിൽ ശരിക്കും രാവിലെ അല്ലെ വൈകിട്ട് പോകാനാണ് ഏറ്റവും നല്ലത്. ചൂട് സമയമാണെങ്കിൽ പോലും ഉച്ചയ്ക്കും ആൾക്കാരൊക്കെ ഒരുപാടുണ്ടാവും.
അപ്പം നമ്മൾ കഴിഞ്ഞ തവണ വാഗമൺ പോയപ്പോൾ മെഡോസിൽ പോയിട്ടുണ്ടായിരുന്നു. മെഡോസിൽ നിങ്ങൾ ആദ്യമായിട്ട് പോകുകയാണെങ്കിൽ മെഡോസിനകത്ത് ചെറിയ ഒരു കയാക്കിങ്ങിൻ്റെ സെറ്റപ്പൊക്കെ ഉണ്ട്. സിംഗിളിൽ 150, ഡബിൾ 250 രൂപയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്ന കയാക്കിംഗ് സംഭവങ്ങളൊക്കെ അതും കൂടെ ഒക്കെ വേണമെങ്കിൽ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും നമ്മൾ കഴിഞ്ഞ തവണ പോയപ്പോൾ എടുത്ത വീഡിയോ ഫുട്ടേജാണ്. അപ്പോൾ നിങ്ങൾ വാഗമണിലെ കുട്ടിക്കാനത്തൊക്കെ ഒരു ദിവസം കൊണ്ട് പോകുകയാണെങ്കിൽ മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഡീറ്റെയിൽസ് കൊണ്ട് ഇതിനകത്ത് ആഡ് ചെയ്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് നേരെ വാഗമൺ മെഡോസ് കാണാൻ പോകാം. പക്ഷേ എനിക്ക് വാഗമൺ മെഡോസിനെക്കാട്ടിലും എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട സ്ഥലം നമ്മൾ അഡ്വഞ്ചർ സോണിലോട്ട് പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്കുള്ള ഈ ഒരു വ്യൂ ആണ്. ഇത് വാഗമൺ അഡ്വഞ്ചറിലേക്ക് പോയിട്ട് വരുമ്പോൾ ഉള്ള കാഴ്ചയാണ്. ഇത് ശരിക്കും മെഡോസ് പോലെ തന്നെ വളരെ പച്ചപ്പായിട്ട് കിടക്കുന്ന ഒരു മൊട്ടക്കുന്നുകളാണ് കേട്ടോ. ഇതും വളരെ ബ്യൂട്ടിഫുള്ളാണ് കാണാൻ. അങ്ങനെ ഈ കാഴ്ചയെ കണ്ടിട്ട് നമ്മൾ നേരെ പോകുന്ന കുട്ടിക്കാനത്തുള്ള അമ്മച്ചി കൊട്ടാരത്തിലേക്കാണ് കേട്ടോ. 200-ലധികം വർഷങ്ങൾ പഴക്കമുള്ള ഈ കൊട്ടാരം 19-ാം നൂറ്റാണ്ടിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ വളരെ മോശമായ അവസ്ഥയിലാണ്. പക്ഷേ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇപ്പോഴും സഞ്ചാരികൾ വരുന്നത് എനിക്ക് തോന്നുന്നു. ഇവിടെ ഈ കൊട്ടാരം നോക്കുന്നത് പ്രായമായിട്ടുള്ള 2 പേരാണ്, ഒരു അപ്പൂപ്പനും അമ്മൂമ്മയാണ്. അവർക്ക് നമ്മൾ എന്തെങ്കിലും പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മളെ കൊട്ടാരത്തിനകത്ത് കയറ്റി ജസ്റ്റ് കാണിക്കും. പൈസ കൊടുക്കാതെയും കയറുന്നവരുണ്ട്, കൊടുത്തും കയറും. ഇത് ശരിക്കും ലൂസിഫറും പിന്നെ ഫഹദ് ഫാസിൽ ചിത്രമായിട്ടുള്ള കാർബൺ അങ്ങനെയുള്ള കുറേ സിനിമകളൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കൊട്ടാരത്തിൻ്റെ അവസ്ഥയൊക്കെ വളരെ പരിതാപകരമായ അവസ്ഥയിലാണ്. ഇവരാണ് നമ്മൾ ടിക്കറ്റല്ല പൈസ കൊടുത്ത് നമ്മളെ അകത്ത് കയറ്റിയത്. ഒരുപാട് സഞ്ചാരികൾ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവർ നമ്മളകത്ത് കൊണ്ടുപോയിട്ട് ഇവർ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ശരിക്കും ഒരു ഭീകരാന്തരീക്ഷം പോലുള്ള ഒരു ഹോണ്ടഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത് കയറുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇവിടെ വരുവാണെങ്കിൽ കുട്ടിക്കാനത്ത് നിന്ന് 1 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ ഒരു അമ്മച്ചി കൊട്ടാരത്തിലേക്ക് വരാനായിട്ട്. ഒരു കാലത്ത് തിരുവിതാംകൂർ രാജാവിൻ്റെ വസതിയായിരുന്നത്. ഇത് ഡൈനിങ് റൂമിലേക്ക് പോകുന്ന വഴിയാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ വഴി കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് പേടിയായി കേട്ടോ. പിന്നെ നമ്മൾ അങ്ങോട്ട് ഒരുപാട് പോയില്ല. കാരണം മൊത്തം ഇരുട്ടും ചിലന്തി വലയും മൊത്തത്തിലൊരു ഹോണ്ടഡ് എക്സ്പീരിയൻസ് ആണ്. ഇനി നമ്മൾ പോകുന്നത് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ഡെസ്റ്റിനേഷനായിട്ടുള്ള പരുന്തുംപാറയിലേക്കാണ് കേട്ടോ. പജറോയിൽ ഞാൻ എപ്പോൾ കുട്ടിക്കാനത്ത് വന്നാലും മിസ്സാക്കാത്തൊരു സ്ഥലമാണ് പരുന്തുംപാറ. നിങ്ങൾക്കൊരു 4-wheel drive വെഹിക്കിൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ട്രൈ ചെയ്യാനായിട്ട് നോക്കാൻ പറ്റിയൊരു സ്ഥലമാണ് പരുന്തുംപാറ. അവിടെ കാണുന്ന ഈ ചെറിയ കുന്നുകളിലൊക്കെ നിങ്ങൾക്ക് വണ്ടി ഒഴിച്ച് കയറ്റാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ ശരിക്കും സൺസെറ്റൊക്കെ ആസ്വദിക്കാനാണ് ഏറ്റവും ബെസ്റ്റ്. അല്ലെങ്കിൽ ഏർലി മോർണിംഗ് വരിക, നല്ല കാറ്റുള്ള സ്ഥലമാണ്. അപ്പോൾ ഒരു ദിവസം നമ്മൾ അങ്ങനെ പജറോയിൽ ഫാമിലിയായിട്ട് ജസ്റ്റ് ഒന്ന് സ്പെൻഡ് ചെയ്ത് അടിച്ച് പൊളിച്ചിട്ട് പോയ ഒരു വ്ളോഗാണ് നിങ്ങൾ കണ്ടത്. നിങ്ങൾക്കും ഇതുപോലെ കുട്ടിക്കാനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഉപകാരപ്രദം ആകും എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് മല്ലു ഗരാജ്. താങ്ക് യു.